മയക്കുമരുന്ന് കേസിൽ പിടികൂടിയവരെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്ര കവർച്ചയുടെ ചുരുളഴിഞ്ഞു. MDMAയും കഞ്ചാവും പാർക്കിലേക്ക് വിൽപ്പനയ്ക്കായി ബൈക്കിൽ കൊണ്ടുപോയിരുന്ന 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശാങ്കടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ സ്വദേശി ചെട്ടിക്കാട്ടിൽ വിഷ്ണു സാജൻ, കണ്ടശാങ്കടവ് പടിയം വാടയിൽ വീട്ടിൽ VS വിഷ്ണു എന്നിവരെയാണ് SI അരിസ്റ്റോട്ടലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി കണ്ടശാങ്കടവ് ബോട്ട് ജെട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പാന്റിന്റെ ഇടയിലും ഷർട്ടിന്റെ കീശയിലും ദേഹത്ത് ഒളിപ്പിച്ച നിലയിൽ 1.50 ഗ്രാം MDMAയും 13.75 ഗ്രാം കഞ്ചാവും പിടികൂടിയത്. ബൈക്കും കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ ഇവർ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തൊയക്കാവിൽ നടത്തിയ ക്ഷേത്ര കവർച്ചയിലെയും ചുരുളഴിഞ്ഞു. കാളിയേക്കലിലെ വേലിയത്ത് രുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണമാലയും താലികളുമാണ് കവർന്നത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെ ബൈക്കിലെത്തിയ ഇരുവരും ക്ഷേത്ര നട അടയ്ക്കാൻ ഒരുങ്ങിയ പൂജാരി വിപിനോട് നട അടയ്ക്കരുതെന്നും തങ്ങളുടെ മാതാപിതാക്കൾ ദർശനത്തിന് ഉടൻ വരുമെന്നും അറിയിച്ചു. ഇതോടെ പൂജാരി അടുത്ത വീട്ടിലേക്ക് മൊബൈൽ എടുക്കാൻ പോയ തക്കം നോക്കി ഇരുവരും ക്ഷേത്രത്തിനകത്ത് കയറിയാണ് കവർച്ച നടത്തി സ്ഥലം വിട്ടത്. പരാതി പ്രകാരം പാവർട്ടി പോലീസ് സമീപത്തെ കടയിലെയും മറ്റൊരിടത്തെയും CCTV ക്യാമറകൾ നടത്തിവരുന്ന അന്വേഷണത്തിനിടയിലാണ് അന്തിക്കാട് പോലീസ് MDMAയും കഞ്ചാവുമായും ഇരുവരെയും പിടികൂടിയത്. അന്തിക്കാട് പോലീസ് മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് CCTV ക്യാമറകളിലെ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ച് നടത്തിയ പരിശോധനയിലാണ് തൊയക്കാവ് ക്ഷേത്രത്തിലെ കവർച്ചയിലും ഇരുവരും ഉൾപ്പെട്ടതായി വിവരം ലഭിച്ചത്. പിടികൂടിയവരിൽ ഒരാൾ കാലിൽ ബാൻഡേജ് ധരിച്ചിരുന്നു. ഇതാണ് പ്രതികളെ പിടികൂടാൻ എളുപ്പമാക്കിയത്. മോഷണം പോയ ക്ഷേത്രത്തിലെ പൂജാരിയെ അന്തിക്കാട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിലെത്തിയത് ഇവർ തന്നെയാണെന്ന് പൂജാരി തിരിച്ചറിഞ്ഞു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു. വിവരമറിയിച്ചതോടെ പാവർട്ടി പോലീസും അന്തിക്കാട് എത്തിയിരുന്നു. തൃശൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അപേക്ഷ നൽകി കോടതിയിൽ നിന്ന് പാവർട്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ക്ഷേത്രത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുവരും. പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ SI ജോസി, ASI ചഞ്ചൽ, CPOമാരായ സനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവരും ഉണ്ടായിരുന്നു.